ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശ് എംപിയും ചോദ്യമുനയിൽ. SIT സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ഉന്നതരുടെ പട്ടിക തയ്യാറാക്കി SIT. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാകും ഈ പ്രഖ്യാപനത്തോടുകൂടി, തീരുമാനം പുറത്തു വരുന്നതോടുകൂടി തന്നെ. അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ CPM വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കിയെടുത്തതാണ്. എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ? എന്താണ് വിവരങ്ങൾ? കേരള രാഷ്ട്രീയത്തിൽ മുന്നണികൾ വ്യത്യാസമില്ലാതെ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയവും പോറ്റി എന്ന് പറയുന്ന ഒരാളുമായി ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തു. അതോടൊപ്പം തന്നെ PS പ്രശാന്തിന്റെയും മൊഴിയെടുത്തു. അതായിരുന്നു ഇന്നലത്തെ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിലും സമാന നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒരു മൊഴിയെടുപ്പ് അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഉണ്ടാകും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലേക്ക് പലവട്ടം എത്തിയിട്ടുണ്ട്. ആ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ നമ്പർ 10 ജൻപതിലേക്ക് എത്തുന്നുണ്ട്. 2 വട്ടമാണ് അവിടേക്ക് എത്തിയതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അതിൽ ഒരു വട്ടം പോകുമ്പോൾ അടൂർ പ്രകാശ് ഒപ്പമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതൊരു വട്ടം പോയ ചിത്രം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ആ പോക്കിൽ ആന്റോ ആന്റണിയാണ് ഒപ്പമുള്ളത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ സോണിയാഗാന്ധിക്ക് അടുക്കലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി മണ്ഡലത്തിലുള്ള ആളാണ്. അതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് അവിടേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോൾ തന്നെ കൂടി വിളിച്ചു. വരാൻ കഴിയുമോ, ഒപ്പം വരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പോയതാണ് എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അടൂർ പ്രകാശ് എന്തായാലും ഈ SITക്ക് മുന്നിലേക്ക് എത്തേണ്ടി വരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എങ്ങനെയാണോ ഈ വിഷയത്തിൽ CPM പ്രതിക്കൂട്ടിലാവുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ പ്രതിക്കൂട്ടിലാവുന്നത്, അല്ലെങ്കിൽ പത്മകുമാർ പ്രതിക്കൂട്ടിലാകുന്നത്, അതിന് സമാനമായി തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും ഈ SITക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇതിനു മുൻപ് SITക്ക് മുന്നിലെത്തിയ ഒരേ ഒരു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല SITക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലായിരുന്നില്ല. രമേശ് ചെന്നിത്തല ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വിവരം വെളിപ്പെടുത്താനായാണ് അവിടേക്ക് എത്തുന്നത്. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര ബന്ധമടക്കം ഒരു വ്യവസായി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി വേണമെന്നും ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സ്വമേധയാ മൊഴി നൽകാനായി SITയോട് സമയം ചോദിച്ച് അവിടേക്ക് പോവുകയായിരുന്നു. പക്ഷേ അടൂർ പ്രകാശിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫോട്ടോയും അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനോട് മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത് അത്ര വ്യക്തമൊന്നും ആയിരുന്നില്ല. ഞാൻ ആര് വിളിച്ചാലും കൂടെ പോകും എന്ന നിലയ്ക്കൊക്കെയുള്ള ചില പ്രതികരണങ്ങളാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഉരുണ്ട് കളിക്കാനും ഒഴിഞ്ഞു മാറാനും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ SITയുടെ ചോദ്യം ചെയ്യൽ അങ്ങനെയല്ല. പാറ്റ CPMകാരെ കൂടെ മാറ്റി പഠിപ്പിക്കുമോ? അതായത് അടൂർ പ്രകാശിനോട് ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് തൻ്റെ മണ്ഡലത്തിലുള്ള ഈ മണ്ഡലത്തിൽ തന്നെയാണ്, കഴക്കൂട്ടത്തിനടുത്ത് ഒരു സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവിടെയുള്ള ചില ആളുകൾ കോൺഗ്രസ്സുകാർ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു പരിചയം വെച്ചിട്ടാണ്, ചില സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയുള്ള പരിചയമാണ്. അതിനാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് എടുത്തു. മണ്ഡലത്തിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ MP ആയ തന്നോട് ഒപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് താൻ ഒപ്പം പോയത് എന്നുള്ളതാണ് ഒരു പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഒരാളാണ്. വേഗത്തിൽ അങ്ങനെ പോയാൽ അപ്പോയിൻമെന്റ് ഒന്നും കിട്ടില്ല. മാത്രമല്ല, അപ്പോയിൻമെന്റ് കിട്ടാതെ അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിൽ K കരുണാകരൻ അടക്കമുള്ളവരുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ അവിടേക്ക് ചെന്ന് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റിന് കാത്തിരുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മടങ്ങി വന്ന് കേരളത്തിൽ രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ചത് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള K കരുണാകരൻ അപ്പോയിൻമെന്റ് കിട്ടാത്ത ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ വേഗത്തിൽ എങ്ങനെ എത്താൻ പറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച് മടങ്ങി പോകുമ്പോൾ എന്തായാലും അടൂർ പ്രകാശിന് ഈ വിഷയത്തിൽ SITക്ക് മുന്നിൽ സംസാരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അടൂർ പ്രകാശിന് ഈ വിഷയത്തിൽ ബന്ധമൊന്നും ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞ് ഒഴിവായി പോരാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വിശദീകരിക്കേണ്ടി വരും. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനായിരുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി അടൂർ പ്രകാശ് കൂടി SITക്ക് മുന്നിലേക്ക് എത്തേണ്ട അവസ്ഥ വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കലിന് വിധേയനാകേണ്ടി വരും. സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശിനും തമ്മിൽ മറ്റൊരു ഘട്ടത്തിലും ഒരു സമയത്തും ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണോ അടൂർ പ്രകാശ് പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തെളിവുകളോ വെളിപ്പെടുത്തലുകളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ?
മണ്ഡലം കേന്ദ്രീകരിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ മാത്രമാണ് തനിക്ക് പരിചയം എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഈ മുഖ്യമന്ത്രിക്കൊപ്പം ചിത്രമെടുത്ത സമയത്തുള്ള ചില ആംബുലൻസ് വിതരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഭീമ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പിന്റെ അവർ നൽകിയ ഒരു വാഹനമാണ് ഈ സർക്കാരിന് കൈമാറുന്നത്. അങ്ങനെ ചില കമ്പനികളുമൊക്കെയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില സേവനങ്ങൾ നാട്ടിൽ നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള പരിചയം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുള്ളത് എന്നുള്ളതാണ് അടൂർ പ്രകാശ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതല്ല മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലാണല്ലോ എന്നുള്ളതാണ് അടൂർ പ്രകാശ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തനിക്ക് ഈ മണ്ഡലത്തിലെ ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് അവിടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയായാലും അത് അടൂർ പ്രകാശിന്റെ വാദമാണ്. ശരി, അമൽ, ഞാൻ തിരികെ